നാം എന്തു ചെയ്താലും ഒന്നാമത് എന്തു ചെയ്യണം, രണ്ടാമത് എന്തു ചെയ്യണം, മൂന്നാമത് എന്തു ചെയ്യണം എന്ന് ആസൂത്രണം ചെയ്ത് വേണം ചെയ്യുവാൻ. നിങ്ങൾ ട്രെയിനിൽ ഇടയ്ക്കിടെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഇത് ശ്രദ്ധിക്കും. 3 ബെർത്തുള്ള കമ്പാർട്ട്മെന്റിൽ മുകളിലത്തെ ബെർത്ത് അങ്ങനെ തന്നെ വയ്ക്കും. ഏറ്റവും താഴത്തെ ബെർത്ത് ഇരിക്കുന്ന സീറ്റ് പോലെ ആയിരിക്കും. എന്നാൽ നടുവിലത്തെ ബെർത്ത് ഉപയോഗിക്കണമെങ്കിൽ മുകളിലുള്ള 2 ബെർത്തും ചങ്ങലയിൽ കോർത്തിടണം. 100-90% ആളുകളും എന്തു ചെയ്യുമെന്നറിയാമോ? താഴെയുള്ള ബെർത്ത് ഭാരമുള്ളതായിരിക്കും. അത് കഷ്ടപ്പെട്ട് പിടിച്ചുയർത്തിയിട്ട് മുകളിലുള്ള ചങ്ങലയെ അഴിച്ചു കളഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാതെ തളരും. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആദ്യം ചങ്ങല അഴിക്കണം, രണ്ടാമത് മിഡിൽ ബെർത്ത് ഉയർത്തണം, മൂന്നാമത് രണ്ടും കൂടി ബന്ധിപ്പിക്കണം. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എളുപ്പം ആ ജോലി തീരും. ചിലർ എവിടേക്കെങ്കിലും പോകുമ്പോൾ സ്യൂട്ട് കേസ് അല്ലെങ്കിൽ ബാഗ് കൊണ്ടുപോകും. ഏറ്റവും അടിയിൽ തോർത്തു വെച്ചിട്ട് മുകളിൽ അടുക്കടുക്കായി വസ്ത്രങ്ങളെല്ലാം അടുക്കും. എത്തിയ ഉടൻ മുഖം കഴുകിയിട്ട് ഏറ്റവും അടിയിലുള്ള തോർത്തെടുത്ത് മുഖം തുടയ്ക്കും. അത് വലിച്ചെടുക്കുമ്പോൾ തന്നെ വസ്ത്രങ്ങളെല്ലാം അലങ്കോലപ്പെടും. ഏറ്റവും മുകളിൽ ഇരിക്കേണ്ടത് എന്താണ്, അടിയിൽ ഇരിക്കേണ്ടത് എന്താണെന്നും പോലും ചിന്തിക്കില്ല. ചില വീടുകളിൽ ഭക്ഷണം കഴിക്കാൻ പോയാൽ എനിക്ക് അതിശയം തോന്നിപ്പോകും. ആദ്യം തന്നെ ഡെസേർട്ട് കൊണ്ടുവയ്ക്കും. അവസാനം കഴിക്കേണ്ട ഡെസേർട്ട് ആദ്യം തന്നെ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യം എന്താണ്? എന്തൊക്കെയാണ് ആദ്യം കൊണ്ടുവയ്ക്കേണ്ടത് എന്ന അറിവ് നാം തനിയെ ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ നാം ദിവസം തോറും ചെയ്യേണ്ട പല കാര്യങ്ങളും കൃത്യമായി ചെയ്യുവാൻ ശ്രമിക്കാറേയില്ല. ഇതിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, അവസാനം എന്ത് ചെയ്യണമെന്ന് ആരും ചിന്തിക്കാറേയില്ല. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു. ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു.